ഒരു ആജീവനാന്ത പ്രക്രിയയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിദ്യാഭ്യാസം. സംഘപൈതൃകം പകർന്നു നൽകാനുള്ള ഒരു വിനിമയ പ്രക്രിയയായി വിദ്യാഭ്യാസത്തെ സമൂഹശാസ്ത്രം കാണുന്നു. സംഘപൈതൃകം പകർന്നു നൽകാനുള്ള ഒരു വിനിമയ പ്രക്രിയയായിട്ടാണ് വിദ്യാഭ്യാസത്തെ സമൂഹശാസ്ത്രം കാണുന്നത്. ഇനി ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതികൾ. ഒന്ന്, ഔപചാരിക വിദ്യാഭ്യാസം, ഫോർമൽ എഡ്യൂക്കേഷൻ. എക്സാമ്പിൾ സ്കൂൾ, കോളേജ്. ഇതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ, സ്കൂൾ, കോളേജ് എന്നിവ. അനൗപചാരിക വിദ്യാഭ്യാസം, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. എക്സാമ്പിൾ വിദൂര വിദ്യാഭ്യാസം. മൂന്നാമത്തേത് ആനുഷംഗിക വിദ്യാഭ്യാസം, അതിന് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. ഉദാഹരണമായി കുടുംബാംഗങ്ങളിലൂടെയുള്ള പഠനം, സമപ്രായക്കാരിലൂടെയുള്ള പഠനം. ഇനി നമുക്ക് ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും ആധുനിക സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾ മുതിർന്നവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ആചാരങ്ങളും ജീവിത രീതികളും പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു? മുതിർന്നവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടാണ് ആചാരങ്ങളും ജീവിത രീതികളും പഠിക്കുന്നത്. കുടുംബം, ബന്ധുക്കൾ, ഗോത്രം, ജാതി, മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക മൂല്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. കുടുംബം, ബന്ധുക്കൾ, ഗോത്രം, ജാതി, മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക മൂല്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇനി ആധുനിക സമൂഹങ്ങളിലെ വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസമാണ് നിലനിൽക്കുന്നത്. ഫോർമൽ എഡ്യൂക്കേഷനാണ് ആധുനിക സമൂഹങ്ങളിൽ. ആധുനിക സങ്കീർണ സമൂഹങ്ങളിൽ വിദ്യാഭ്യാസം ഔപചാരികവും വ്യക്തവുമായിരിക്കും. സാർവത്രിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസം സാർവത്രിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ഐക്യരൂപം, ക്രമീകൃതമായ അഭിലാഷങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഐക്യരൂപത്തെയും ക്രമീകൃതമായിട്ടുള്ള അഭിലാഷങ്ങളെയുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ ഏത് സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവരായാലും വിദ്യാഭ്യാസം അവരിൽ ചില ആശയങ്ങളും മനോവികാരങ്ങളും ശീലങ്ങളും ഉറപ്പിക്കണമെന്ന് നിർവഹണവാദത്തിൻ്റെ വക്താവായ എമേൽ ദുർക്കീം അഭിപ്രായപ്പെടുന്നു.